നമസ്കാരം. എന്താണ് നിമിഷപ്രിയയുടെ കേസ്? റഹീമിന് പിന്നാലെ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സിൻ്റെ മോചനത്തിനായും ആവശ്യമായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി അറേബ്യയിൽ ജയിലിൽ കിടക്കുന്ന മലയാളിയായിട്ടുള്ള അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി മനുഷ്യസ്നേഹികൾ കൈകോർത്തതിന് പിന്നാലെയാണ് യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ടും ആവശ്യങ്ങൾ ഉയർന്നു തുടങ്ങുന്നത്. മകളുടെ മോചനത്തിനായി സഹായിക്കണമെന്ന് മാതാവ് പ്രേമകുമാരി പലതവണ ആവശ്യപ്പെടുകയാണ്. 12 വർഷമായി മകളെ കണ്ടില്ലെന്നും അവർ പറയുന്നു. പാലക്കാട് കൊല്ലങ്കോട് തെക്കിഞ്ചിറ സ്വദേശിനിയാണ് ഈ നിമിഷപ്രിയ. തലാൽ അബ്ദുൽ മഹ്ദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നാണ് ഇവർക്കെതിരെയുള്ള കേസ് എന്ന് പറയപ്പെടുന്നത്. എന്താണ് നിമിഷപ്രിയയ്ക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 2008 നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ നിമിഷ സ്വകാര്യ ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നു. 2011 ടോമി തോമസിനെ വിവാഹം കഴിക്കുന്നു. 2012 ഭാര്യയും ഭർത്താവും യമനിലേക്ക് പോകുന്നത്. ഭർത്താവ് അവിടെ സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ നഴ്സായി ക്ലിനിക്കിലും ജോലി നേടുന്നു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നിമിഷ ഗർഭിണിയാകുന്നു. എന്നാൽ യമനിലുള്ള ഇരുവരുടെയും സാമ്പത്തിക സ്ഥിതി എന്ന് പറയപ്പെടുന്നത് തങ്ങളെയും ഗർഭസ്ഥ ശിശുവിനെയും വേണ്ടവിധം പരിപാലിപ്പിക്കുവാൻ പര്യാപ്തമാകാത്ത അവസ്ഥയിലായിരുന്നു. നിമിഷയുടെ ജോലിയിലെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തി ചെറിയ ക്ലിനിക് തുറക്കാൻ അവർ പദ്ധതിയിടുന്നു. അതിനിടെയാണ് യമൻ പൗരനായിട്ടുള്ള തലാൽ അബ്ദുൽ മഹ്ദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്നിട്ട് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. യമനിലെ നിയമമനുസരിച്ചിട്ട് ഒരു ആശുപത്രി തുറക്കുവാൻ യമൻ പൗരത്വം ആവശ്യമാണ്. അതുകൊണ്ടാണ് തലാൽ അബ്ദുൽ മഹ്ദിയുടെ സഹായം ഇവർ തേടുന്നത്. ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും ചേർന്നിട്ട് തങ്ങളുടെ സമ്പാദ്യമെല്ലാം ഈ മഹദിക്ക് കൈമാറുന്നു. അബ്ദുൽ മഹദിക്ക് കൈമാറുന്നു. അങ്ങനെ നിമിഷയ്ക്ക് ലൈസൻസ് ലഭിക്കുകയും 2015 ക്ലിനിക്ക് തുറക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ നിന്ന് കഥ ഒരു യൂ ടേൺ എടുക്കുകയാണ്. 2015 യമനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഹൂതി വിമതരുടെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളെ തുടർന്ന് ഇന്ത്യൻ സർക്കാർ ആളുകളെ യമനിലേക്ക് പോകുന്നത് വിലക്കുന്നു. യമനിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തുന്നു. നിമിഷയും ഭർത്താവ് തോമസും മകളുമായി ഇന്ത്യയിലേക്ക് മടങ്ങുന്നു. ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമായി വന്നതും ഇതിന് കാരണമായി തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു. നിമിഷ തൻ്റെ ക്ലിനിക്കിനെ കുറിച്ച് ആശങ്കപ്പെടാൻ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ മകളെയും ഭർത്താവിനെയും കൂടാതെ തനിച്ച് യമനിലെത്തുന്നു നിമിഷപ്രിയ. നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോകാനായിരുന്നു ടോമി ഉദ്ദേശിച്ചത്. എങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് യാത്ര മുടങ്ങുന്നു. നിമിഷ തിരിച്ചെത്തിയതോടെ തലാലിൻ്റെ ഉദ്ദേശം മാറിയെന്നാണ് പിന്നീട് ഉയർന്ന ആരോപണമെന്ന് പറയപ്പെടുന്നത്. ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമൊക്കെ മാന്യമായി ഇടപെട്ടിരുന്ന മഹ്ദിയുടെ സ്വഭാവം പിന്നീട് മറ്റൊരു തലത്തിലേക്ക് മാറി എന്നാണ് പറയപ്പെടുന്നത്. മഹ്ദിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം നിമിഷ തൻ്റെ ഭാര്യയാണെന്ന് പലരെയും അദ്ദേഹം വിശ്വസിപ്പിച്ചു. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നാണ് മറ്റൊരു ആരോപണം വരുന്നത്. പിന്നീട് ഇരുവരും വിവാഹം നടത്തിയെന്ന് പറയപ്പെടുന്നു. ഇത് ഭീഷണിപ്പെടുത്തിയായിരുന്നുവെന്നാണ് നിമിഷയുടെ വാദം എന്ന് മാത്രമാണ് അറിയാൻ കഴിയുന്നത്. തലാലിൻ്റെ പ്രവൃത്തികളിൽ നിമിഷ മടുക്കുന്നു. അതിനിടെ വിസയുടെ കാലാവധിയും അവസാനിക്കാറാകുന്നു. നിമിഷയുടെ വിസ അത് പുതുക്കാനെന്ന് പറഞ്ഞ് തലാൽ പാസ്പോർട്ട് കയ്യിൽ തന്നെ കരുതുന്നു. ഇരുവരും തമ്മിൽ വഴക്കുകളും തർക്കങ്ങളുമൊക്കെ ഇങ്ങനെ പതിവായി തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പാസ്പോർട്ട് പിടിച്ചുവെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചുവെന്നും ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കിയെന്നും നിമിഷ പറയുന്നു. തലാലിൻ്റെ പ്രവൃത്തിയിൽ അസ്വസ്ഥയായിട്ടുള്ള നിമിഷ പോലീസിൽ പരാതി നൽകുന്നു. തലാലിനെതിരെ യമൻ പോലീസ് നടപടിയെടുക്കുന്നു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ഇയാൾ ജയിൽ മോചിതനാകുന്നു. 2016 ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. തലാലിൻ്റെ മോചനത്തിന് ശേഷം നിമിഷ ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനമെടുക്കുന്നു. എന്നാൽ പാസ്പോർട്ട് ഈ തലാലിൻ്റെ പക്കലായിരുന്നു. എന്ത് വില കൊടുത്തും പാസ്പോർട്ട് കയ്യിലാക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു നിമിഷ. ഇതിനായി സുഹൃത്ത് ഹനാനയോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഹനാനയുടെ നിർദ്ദേശപ്രകാരം നിമിഷ അവസരം മുതലാക്കുന്നു. തലാലിന് മയക്കത്തിനുള്ള ഇഞ്ചക്ഷൻ നൽകുന്നു. അങ്ങനെ അബോധാവസ്ഥയിലാകുമ്പോൾ പാസ്പോർട്ട് കയ്യിലാക്കാമെന്നായിരുന്നു നിമിഷ കരുതിയിരുന്നത്. പക്ഷേ മരുന്നിൻ്റെ അമിതോപയോഗം മൂലം തലാൽ മരിക്കുന്നു. തലാലിൻ്റെ മരണത്തിൽ ഇരുവരും ഭയക്കുകയും മൃതദേഹം സംസ്കരിക്കുവാൻ പദ്ധതിയിടുകയും ചെയ്യുകയാണ്. അതോടുകൂടി മൃതദേഹം പല കഷ്ണങ്ങളാക്കുകയും ഇവ വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ് ഇപ്പോൾ പറയുന്നത്. അതിനുശേഷം മഹദിക്ക് ബോധം പോയ നേരം പാസ്പോർട്ടും ഒപ്പം തന്നെ ആ പാസ്പോർട്ട് കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറയുന്നത്. എന്നാൽ അവിടെയും ഈ മഹദിയുടെ മൃതദേഹം അവർ താമസിക്കുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടിനുറുക്കിയ നിലയിൽ കണ്ടെത്തിയത് നിമിഷപ്രിയയെ കുടുക്കുകയായിരുന്നു.
2017 ജൂലൈയിലാണ് യമൻ പോലീസ് ഇരുവരെയും അന്ന് അറസ്റ്റ് ചെയ്തത് എന്നതാണ്. വിചാരണയ്ക്കൊടുവിൽ 2018 യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിക്കുന്നു. അപ്പീൽ കോടതിയും 2020 വധശിക്ഷ ശരിവെക്കുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ട് കുടുംബം മുട്ടാട്ട വാതിലുകൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനിടെയാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ട് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ മാതാവ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. റഹീമിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ ദിയാദനം എന്ന സാധ്യത ഉപയോഗപ്പെടുത്തുവാനുള്ള ശ്രമത്തിലാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ എന്ന് പറയപ്പെടുന്നത്. നിമിഷപ്രിയയ്ക്കും ഒരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം ലഭിക്കേണ്ടതുണ്ട്. വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതുവിധേനയും നിമിഷപ്രിയയെ കൂടി ഇന്ത്യയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിൽ നടപ്പിലാക്കുക. അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് ആണെങ്കിലും യമൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും തുടരട്ടെ. അങ്ങനെ ഒരു മനുഷ്യത്വമുള്ള മുഖം, അങ്ങനെ മനുഷ്യത്വമുള്ളൊരു ചിന്ത, അങ്ങനെ മനുഷ്യത്വമുള്ളൊരു പ്രവൃത്തി കൂടി നമ്മുടെ നാട്ടിൽ നടപ്പിലാകട്ടെ.